സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക്ക് റാഷണൽ ഫങ്ഷൻസിൻ്റെ ഇൻഫിനിറ്റ് ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 3x + 5 ഡിവൈഡഡ് ബൈ 6x - 8. നമുക്ക് റാഷണൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആസ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റിയിലാണെങ്കിലും എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റിയിലാണെങ്കിലും കാണാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒരു മെത്തേഡ് ഇതാ ഇവിടെ പറഞ്ഞേക്കുന്നത്, ന്യൂമറേറ്ററിലുള്ള 3x + 5 നിന്നും നമ്മൾ ഒരു എക്സ് കോമൺ എടുക്കുന്നു. അപ്പം ന്യൂമറേറ്റർ കിടക്കുന്ന 3x + 5 ഒരു എക്സ് കോമൺ എടുക്കുമ്പോൾ ഈ ബ്രാക്കറ്റിലെ രണ്ട് ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3xa/x വരും പ്ലസ് 5/x വരും. അതേപോലെ ഡിനോമിനേറ്റർ കിടക്കുന്ന 6xa - x ഒരു എക്സ് കോമൺ എടുക്കുന്നു. അപ്പം ബ്രാക്കറ്റ് കിടക്കുന്ന രണ്ട് ടേമിനെ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്തു, എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. 6xa/x വരും -8/x വരും. ഈ രണ്ട് എക്സും അങ്ങ് ക്യാൻസൽ ആയിപ്പോൾ ഇവിടുത്തെ ഈ എക്സും ക്യാൻസൽ ആയിപ്പോൾ ബാക്കി വരുന്ന സ്റ്റെപ്പാണ് ഈ എഴുതിയേക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 3 + 5/x വരും ന്യൂമറേറ്ററിലെ, ഡിനോമിനേറ്റർ 6a - 8/x വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടേം ബൈ ടേം ആയിട്ട് ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ എന്ത് വരും, ന്യൂമറേറ്ററിലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 3 വരും. ആദ്യത്തെ ടേമിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ അതാണ് ഈ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ടേമിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5/x എന്ന് എഴുതും. അതിനെ നമുക്ക് ഒന്നുകൂടെ റീറൈറ്റ് ചെയ്ത് 5 × ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x എന്ന് എഴുതാം ന്യൂമറേറ്റർ. ഓക്കെ, അതേപോലെ ഡിനോമിനേറ്ററിൽ എന്ത് എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 6 എഴുതും ആദ്യം, അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 6 വരും. രണ്ടാമത്തെ ടേം -8/x, അതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ എങ്ങനെ എഴുതാം, -8 × ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 1/x എന്ന് എഴുതാം. ഓക്കെ, ഇത് ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 3 അല്ലേ. അപ്പം നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി k പോലാണ്. k കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ലിമിറ്റ് k ആണെന്ന് നമ്മൾ റിസൾട്ട് പഠിച്ചു. അപ്പോൾ അതേ രീതിയിൽ ഇതിന്റെ റിസൾട്ട് എത്ര വരും, 3 വരും. ഇനി അടുത്ത എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1/x അല്ലേ. 1/xന്റെ ലിമിറ്റ് 0 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3 + 5 × 0 വരും. ഡിനോമിനേറ്റർ ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 6 അല്ലേ. 6 ഒരു കോൺസ്റ്റന്റ്, അപ്പോൾ അതിന്റെ ലിമിറ്റ് 6 തന്നെ വരും. -8 × ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/xന്റെ ലിമിറ്റ് എത്ര, 0 ആണ്. അപ്പം -8 × 0. ന്യൂമറേറ്റർ 3 വരും, ഡിനോമിനേറ്റർ 6 വരും. 3/6 = 1/2 എന്ന് റിസൾട്ട് കിട്ടും. ഇത് ഇതിന്റെ ലിമിറ്റ് കാണാനുള്ള ഒരു മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ പറഞ്ഞു, പോളിനോമിയൽ ഫംഗ്ഷൻ തന്നാൽ അതിന്റെ ലിമിറ്റ് കാണാൻ അതിനകത്തെ ഹയസ്റ്റ് പവർ വരുന്ന ടേമിന്റെ ലിമിറ്റ് കണ്ടാൽ മതി. അപ്പൊ 3x + 5 ഒരു പോളിനോമിയലിന്റെ ഫോമിലാണ്. അതിന്റെ എക്സിന്റെ ഹയസ്റ്റ് പവർ അവിടെ 1 ആണ്. അപ്പൊ ഹയസ്റ്റ് പവർ വരുന്ന ടേം 3x ആണ്. അതേ രീതിയിൽ ഡിനോമിനേറ്റർ ഹയസ്റ്റ് പവർ വരുന്ന ടേം ആരാണ്, 6x ആണ്. അവിടെ ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്റർ x അങ്ങ് ക്യാൻസൽ ആയിപ്പോ ബാക്കി എത്ര വരും, ബാക്കി ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 3/6 വരും. അവിടെ 3/6 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ലിമിറ്റ് അത് തന്നെ വരും. അപ്പോൾ = 3/6 ആണ്. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റിസൾട്ട് എത്ര വരും, 1/2 വരും. ഓക്കെ, അപ്പം റാഷണൽ ഫംഗ്ഷന്റെ ലിമിറ്റ് കാണാൻ പോളിനോമിയലിന്റെ മെത്തേഡിൽ ഈ രീതിയിലോ അല്ലെങ്കിൽ എക്സിനെ കോമൺ ടേം ആയിട്ട് വെളിയിലെടുത്ത് സിംപ്ലിഫൈ ചെയ്ത് ഈ ഒരു മെത്തേഡിലോ കണ്ടുപിടിക്കാം. രണ്ടില് ഏത് മെത്തേഡിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് സൗകര്യമായിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് തോന്നുന്നത് ആ മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണല്ലോ. വേണ്ടേ, അതിന്റെ മെത്തേഡാണ് ഇതായി കൊടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ രണ്ടാമത്തെ മെത്തേഡിൽ 3xa + 5/6 - 8 ആണ് ഈ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. അതേപോലെ ചെയ്യാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതായി കൊടുത്തേക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 4x² - xa/2x³ - 5. അത് ഞാനൊരു ഈസിയസ്റ്റ് മെത്തേഡ് പറയാം. ഓക്കെ, അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എടുക്കുന്നു. ന്യൂമറേറ്ററിൽ പോളിനോമിയൽ ആണ്. അതിലെ ഹയസ്റ്റ് പവർ വരുന്ന ടേം 4x² ആണ്. ഡിനോമിനേറ്ററും പോളിനോമിയൽ ആണ്. അവിടുത്തെ ഹയസ്റ്റ് പവർ വരുന്ന ടേം 2x³ ആണ്. അപ്പം ഇവിടെ ഈ 4ഉം 2 ക്യാൻസൽ ആകുമ്പോൾ എത്ര വരും, 2 വരും. x² താഴത്തെ ഒരു x³ ആയിട്ട് ക്യാൻസൽ ആവും, x വരും. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 2/x എന്ന് എഴുതാം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, അതിനെ നമുക്ക് 2 × ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 2 കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി എത്ര വരും, 1/x വരും. 1/xന്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിലും മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിലും 0 ആണ്.
അപ്പോൾ 2 × 0 = 0 എന്ന് റിസൾട്ട് കിട്ടും. ഇത് ഈസിയസ്റ്റ് മെത്തേഡാണ്. പോളിനോമിയൽ അപ്ലൈ ചെയ്തതിന് ഈസിയസ്റ്റ് മെത്തേഡ് ആ മെത്തേഡാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി എക്സ് കോമൺ എടുത്ത് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്? എക്സ് കോമൺ എടുത്ത് ചെയ്യുന്ന മെത്തേഡ് ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിൽ നമ്മളൊരു എക്സ് ക്യൂബ് കോമൺ എടുക്കുന്നു. ന്യൂമറേറ്ററിൽ നിന്ന് എക്സ് ക്യൂബ് കോമൺ എടുത്താൽ ബ്രാക്കറ്റിൽ കിടക്കുന്ന രണ്ട് ടേമിനെ എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം 4x² വരും മൈനസ് x/x³ വരും ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ കിടക്കുന്ന ടേമിനെ എക്സ് ക്യൂബ് പുറത്തെടുത്താൽ ബ്രാക്കറ്റ് ചെയ്തൊരു ബ്രാക്കറ്റിൽ കിടക്കുന്ന രണ്ട് ടേമിനെയും എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2x³ വരും മൈനസ് 5a/x³ വരും. ഈ എക്സ് ക്യൂബും ക്യാൻസൽ ആയിപ്പോ ഇവിടെ മുകളിൽ നിന്ന് ഒരു x² താഴെ നിന്ന് ഒരു x² ക്യാൻസൽ ആയി താഴെ ബാക്കി ഒരു എക്സ് വരും. മുകളിൽ നിന്നൊരു എക്സും താഴെ നിന്നൊരു എക്സും ക്യാൻസൽ ആയി ബാക്കി ഇവിടെ താഴെ x² വരും. ഇവിടെ ഈ മുകളിൽ നിന്നും താഴെ നിന്നും x³ ക്യാൻസൽ ആവും. ബാക്കി എന്ത് വരും? ലിമിറ്റ് x → -∞ വരും. ഇവിടെ ഈ ടേമിനകത്ത് ബാക്കി 4/x വരും. ഈ ടേമിനകത്ത് ബാക്കി -1/x² വരും. താഴെ 2 - 5/x³ വരും. ലിമിറ്റ് സെപ്പറേറ്റ് കൊടുത്തേ. ആദ്യത്തെ ടേം ലിമിറ്റ് x → -∞ 4/x മൈനസ് ലിമിറ്റ് x → -∞ 1/x². ഡിനോമിനേറ്ററിൽ ലിമിറ്റ് x → -∞ 2 വരും മൈനസ് ലിമിറ്റ് x → -∞ 5/x³. ആദ്യത്തെ ടേമിനകത്ത് 4 കോൺസ്റ്റന്റ്, ആ 4നെ പുറത്തെടുത്താൽ ലിമിറ്റ് x → -∞ 1/x എന്ന് എഴുതാം. അടുത്ത കോൺസ്റ്റന്റ് ഒന്നും വെളിയിലെടുക്കാനില്ല. അപ്പൊ അടുത്ത ടേമിനെ അതേപോലെ എഴുതി. ഇനി ഇവിടെ ലിമിറ്റ് x → -∞ 2 ആണ്. 2 ഒരു കോൺസ്റ്റന്റ്, അപ്പൊ അതിന്റെ ലിമിറ്റ് 2 തന്നെ വരും. അടുത്ത ടേമിനകത്തുനിന്ന് 5 പുറത്തെടുക്കുന്നു. അപ്പൊ -5 × ലിമിറ്റ് x → -∞ 1/x³ വരും. ലിമിറ്റ് x → -∞ 1/x എടുത്താൽ അതിന്റെ വില 0 ആണ്. ലിമിറ്റ് x → -∞ 1/x² വിലയും 0 ആണ്. ലിമിറ്റ് x → -∞ 1/x³ വിലയും 0 ആണ്. അതായത് ലിമിറ്റ് x → +∞ വന്നാലും x → -∞ വന്നാലും 1/x⁴n വാല്യൂ എത്രയാണെന്ന് പഠിച്ചിട്ടുണ്ട്? 0 ആണ്. അപ്പം ഇത് 4 × 0 -0 വരും. താഴെ 2 - 0 വരും. ന്യൂമറേറ്റർ 0, ഡിനോമിനേറ്റർ 2 ആണ്. 0/n നമ്പർ റിസൾട്ട് 0 കിട്ടി. ഓക്കെ, അപ്പൊ രണ്ട് മെത്തേഡിലും ചെയ്യുന്നത് ഈ രീതിയിലാണ്. അപ്പം രണ്ട് മെത്തേഡ് ചെയ്താൽ സെയിം റിസൾട്ട് കിട്ടുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. ലിമിറ്റ് x → +∞ 5x³ - 2x² + 1 / 1 - 3x ആണ്. ന്യൂമറേറ്ററിൽ നിന്ന് ഒരു 5 കോമൺ എടുക്കുന്നു. ആ സ്റ്റെപ്പ് ഒന്ന് എഴുതിയേക്കാം ഞാൻ. ന്യൂമറേറ്ററിൽ നിന്ന് ഒരു 5 എക്സ് കോമൺ എടുക്കുന്നു. 5 അല്ല, സോറി, എക്സ് കോമൺ എടുക്കുന്നു. ആ എക്സ് കോമൺ എടുത്തിട്ട് ന്യൂമറേറ്ററിൽ കിടക്കുന്ന ടേംസിനെ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 5x³ വരും മൈനസ് 2x² വരും പ്ലസ് 1/x വരും ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററിൽ നിന്നും ഒരു എക്സ് കോമൺ എടുക്കുന്നു. ബ്രാക്കറ്റിൽ കിടക്കുന്ന ടേമിനെ എക്സ് കൊണ്ട് ഡിവൈഡ് 1/xa മൈനസ് 3xa/x വരും. ഓക്കെ, ഈ രണ്ട് എക്സും ക്യാൻസൽ ആയിപ്പോൾ ഇവിടുന്ന് ന്യൂമറേറ്ററിന് ഒരു എക്സും ക്യാൻസൽ ആയി ഇവിടെ ബാക്കി x² വരും. അടുത്ത ടേമിനും ഒരു എക്സും ക്യാൻസൽ ആയിപ്പോട്ട് 2/x വരും. അടുത്ത ടേം 1/x അതേപോലെ നിൽക്കും. ഇവിടെ എക്സും ക്യാൻസൽ ആയിപ്പോൾ ബാക്കി എന്ത് വരും? ബാക്കി ലിമിറ്റ് x → ∞ 5x² മൈനസ് 2xa + 1/x ന്യൂമറേറ്റർ വരും. ഡിനോമിനേറ്ററിലോ 1/xa - 3 വരും. ഓക്കെ, ഇനി ഇതിന്റെ ലിമിറ്റ് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ഞാനിവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആദ്യം ലിമിറ്റ് x → +∞ 5x² - 2x കാണുന്നു. അപ്പം ലിമിറ്റ് x → +∞ 5x² - 2x കാണുന്ന മെത്തേഡ് എന്താണ്? ഹയസ്റ്റ് പവർ ഉള്ള ടേമിന്റെ, അതൊരു പോളിനോമിയൽ അല്ലേ, അപ്പം അതിന്റെ ലിമിറ്റ് കാണാൻ ഹയസ്റ്റ് പവർ വരുന്ന ടേമിന്റെ ലിമിറ്റ് കണ്ടാൽ മതി. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x → +∞ 5x² കണ്ടാൽ പോരെ. അപ്പൊ 5x² കാണാൻ ഓർക്കുക എന്താണ്? ലിമിറ്റ് x → +∞ x² ലിമിറ്റ് അല്ലെ. ലിമിറ്റ് x → +∞ x² ലിമിറ്റ് എന്ത് തന്നെ വരും? +∞ വരും. അതിനെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ലിമിറ്റ് എത്ര തന്നെ വരും? +∞ തന്നെ വരും. അപ്പൊ ഈക്വൽ ടു ഇതിന്റെ ലിമിറ്റ് +∞ ആയി. ഇനി അടുത്ത ടൈം ആരാണ്? ലിമിറ്റ് x → +∞ 1/x അല്ലേ, അതിന്റെ ലിമിറ്റ് എത്രയാവും? 0 ആവും. അപ്പം ന്യൂമറേറ്റർ ഏത് വരും? ന്യൂമറേറ്ററിന്റെ ലിമിറ്റ് എന്താണ്? ന്യൂമറേറ്റർ ലിമിറ്റ് ∞ +0 എന്നൊരു ന്യൂമറേറ്ററിന്റെ ലിമിറ്റ്. താഴെ ലിമിറ്റ് x → +∞ 1/x അല്ലേ, 1/xന്റെ ലിമിറ്റ് എത്രയാണ്? 0 ആണ്. -3 ഒരു കോൺസ്റ്റന്റ് ആണ്. 0 - 3 വരും.
അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ ഇൻഫിനിറ്റി പ്ലസ് 0 പ്ലസ് ഇൻഫിനിറ്റി വരും, താഴെ 0 മൈനസ് 3 എത്ര -3 ആണ്. അതിനെ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി ഇൻറ്റു -1/3. അപ്പം ഒരു -1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതോടെ പ്ലസ് ഇൻഫിനിറ്റി മാറി അതിന്റെ ലിമിറ്റ് എന്തായിട്ട് മാറും -ഇൻഫിനിറ്റി ആവും. ഒരു -1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് പ്ലസ് ഇൻഫിനിറ്റി മാറി ലിമിറ്റ് എന്താണ് -ഇൻഫിനിറ്റി ആയത്. ഇനി പ്ലസ് ഇൻഫിനിറ്റി ഇൻറ്റു ബ്രാക്കറ്റിൽ 1/3 ആയിരുന്നുവെങ്കിൽ ലിമിറ്റ് എന്ത് തന്നെ പ്ലസ് ഇൻഫിനിറ്റി തന്നെ വന്നേനെ. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ ഈസിയസ്റ്റ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിന്റെ ഈസിയസ്റ്റ് മെത്തേഡ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു പോളിനോമിയലിലെ മെത്തേഡ് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി, ന്യൂമറേറ്ററിലെ ഹൈസ്റ്റ് ടൈം 5x³ ഡിനോമിനേറ്ററിലെ ഹൈസ്റ്റ് ഇപ്പോൾ -3/x ആണ്. അപ്പൊ നമുക്ക് -5a/3 കോൺസ്റ്റന്റ് അത് പുറത്തെടുക്കുന്നു. ബാക്കി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി വരും. x³ എക്സും കൂടെ ക്യാൻസൽ ആകുമ്പോൾ എത്ര വരും? x² വരും. എങ്ങനെയാ ക്യാൻസൽ ആകുന്നത്? x³ താഴേന്ന് മുകളിൽ നിന്നും ഓരോ x അങ്ങ് ക്യാൻസൽ ആയി ബാക്കി മുകളിൽ ഒരു x² വരും. ഓക്കെ, അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി, x² ലിമിറ്റ് എത്ര നമ്മൾ പഠിച്ചേക്കുന്നത്? അതിന്റെ ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി ആണ്. റിസൾട്ട് ഓർത്താൽ മതി. അപ്പൊ പ്ലസ് ഇൻഫിനിറ്റിയെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലിമിറ്റ് എന്തായിട്ട് മാറും? -ഇൻഫിനിറ്റി ആവും. ഓക്കെ, അപ്പം ഈസിയസ്റ്റ് മെത്തേഡ് ചെയ്താൽ ആ ലിമിറ്റ് തന്നെ കിട്ടും. ഓക്കെ, അതിന്റെ മൂന്നിന്റെ ഈസിയസ്റ്റ് മെത്തേഡും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ രീതിയിലാണ് റാഷണൽ ഫംഗ്ഷൻസ് തന്ന ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് ഇതാണ്. ഈ രീതിയിൽ റാഷണൽ ഫംഗ്ഷനെ ലിമിറ്റ് കണ്ടുപിടിച്ചോണം. ഓക്കെ ആണല്ലോ. ബാക്കി ഇനി റാഡിക്കൽ ഫംഗ്ഷനെ ലിമിറ്റ് കാണാനുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.